നമ്മൾ വണ്ടി വയ്ക്കുന്ന സ്ഥലം ഈ കൂപ്പറിൻ്റെ ഫ്രണ്ടിലാണ്. പിന്നെ ഇവിടെ കണ്ടില്ല RR. നമ്മളപ്പോൾ നാട്ടിലേക്ക് പോണത് നാളെ കേട്ടോ. ഇന്ന് 1-ാം തീയതിയാണ്, നാളെ 2-ാം തീയതി. 2-ാം തീയതിയാണ് നമ്മൾ നാട്ടിലേക്ക് പോണത്. ഹായ് ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ വണ്ടി മിനിഞ്ഞാന്ന് ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ മിനിഞ്ഞാന്ന് കഴിഞ്ഞ് ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് വണ്ടി എടുക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി നമ്മളിനി നാട്ടിൽ പോയി വന്നിട്ടേ നമ്മൾ ഇവിടെ വണ്ടി ഓടിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വണ്ടി കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലാതേക്ക്. കാരണം നമ്മുടെ വിസ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എക്സിറ്റ് അടിച്ചിട്ടേ നമുക്കിനി വിസ പുതുക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ ഒമാനിൽ പോകണം. ഒമാനിൽ പോകണേക്കാട്ടും നല്ലത് നമുക്ക് നാട്ടിൽ പോയിട്ട് വരിക എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നാട്ടിലേക്ക് പോണത്. ഒമാനിൽ പോയിട്ട് എക്സിറ്റ് അടിച്ചിട്ട് വരാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, UAE-ലേക്ക് തന്നെ. നമ്മളപ്പോൾ നാട്ടിലേക്ക് പോണത് നാളെ കേട്ടോ. ഇന്ന് 1-ാം തീയതിയാണ്, നാളെ 2-ാം തീയതി. 2-ാം തീയതിയാണ് നമ്മൾ നാട്ടിലേക്ക് പോണത്. 8:15 8:15 നല്ല ട്രാഫിക്കായി തുടങ്ങിയിട്ട് അവിടെ. വെയിൽ മൂക്കുമ്പോഴേക്കും പോകണം. കാരണം എൻ്റെ കൈമ ഞാനൊന്നും ഇട്ടിട്ടില്ല, കൈമ ഗ്ലൗസ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സേഫ്റ്റി ഗിയർസ് ഇട്ടിട്ട് വേണം വണ്ടി ഓടിക്കാനൊക്കെ. അപ്പം അങ്ങനെയാണ് ഗൈസ് അവസ്ഥ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്യാമറ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എക്സിറ്റ് അടിച്ചേ പറ്റൂ. അപ്പോൾ ഇനി ഏകദേശം നമ്മൾ ചൂടൊക്കെ കുറഞ്ഞതിന് ശേഷം ഓഗസ്റ്റ് സെപ്റ്റംബർ ആദ്യമൊക്കെ ആയിട്ടായിരിക്കും നമ്മളിനി റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഇപ്പോൾ തന്നെ ചൂട് ഈ മാസം കൂടി ഉണ്ടാവുള്ളൂ ചൂട്. പക്ഷെ എന്തായാലും നമ്മുടെ വിസ എക്സ്പയറി ആവും. അപ്പോൾ എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ന്യൂ വിസ എടുത്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ചൂട് കഴിഞ്ഞിട്ട് ഇനി റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതൊക്കെ വേറെ കുറച്ച് പ്രശ്നങ്ങളായി നമുക്ക് ഫണ്ടിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും. അപ്പോൾ എന്തായാലും നമ്മൾ പോയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് കുറച്ച് ഫണ്ട് എങ്ങനെയും അറേഞ്ച് ചെയ്തിട്ട് മീൻസ് കുറച്ച് ഫണ്ട് ഉണ്ടാക്കിയിട്ട് വേണം ഇനി തിരിച്ചു വരാൻ. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉള്ള റൈഡിന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇപ്പം തന്നെ. എന്നാലും എനിക്ക് ആ റൈഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഒരു 8 മണിക്കൊക്കെ ഉള്ളൊരു ട്രാഫിക് കിട്ടുക. നല്ല ചൂടുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വെയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് 10-12 മണി ആയ പോലെയല്ലേ സംഭവം. ഇപ്പോൾ 8:15 ആയിട്ടുള്ളൂ. 8:15 കഴിഞ്ഞു. അതെ, 8:30 ആയിട്ടുള്ളൂ. 8:33 ആയിട്ട് ഉള്ളൂ. അപ്പോഴേക്കാണ് ഈ ചൂട്, ഇങ്ങനത്തെ ചൂട്. നമ്മുടെ നാട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ ലൈറ്റായിട്ട് സൂര്യനെ കുതിച്ച് വരുന്നുണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സൂര്യൻ മങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഒരു മേഘത്തിൻ്റെ ഉള്ളിൽ നിൽക്കണ പോലെയാണ് ഇന്നത്തെ സൂര്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കുറവായിരിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ചുട്ട് പൊള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി. നമ്മൾ വണ്ടി വെക്കണ സ്ഥലത്ത് എത്തിയിട്ടാണ്. നമ്മളിപ്പോൾ പാർക്കിങ്ങിൽ കൂടെയാണ് പോണത്. പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി വയ്ക്കാനാണ് പോണത്. ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ അടിപൊളി വണ്ടികളുണ്ടാവും. കണ്ടില്ല, ഇപ്പോൾ ഒരു ജിക്സർ ഇരിക്കണുണ്ടല്ലോ ഇവിടെ. നമ്മൾ വണ്ടി വയ്ക്കുന്ന സ്ഥലം ഈ കൂപ്പറിൻ്റെ ഫ്രണ്ടിലാണ്. പിന്നെ ഇവിടെ കണ്ടില്ല RR. ഈ വണ്ടിയുടെ മുന്നിലാണ് നമ്മൾ വണ്ടി വയ്ക്കാറ്. നമ്മുടെ ജാസ്ബ്രോയുടെ വണ്ടിയാണിത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വണ്ടി വയ്ക്കുന്നത്. ഇവിടെ നോക്കിയാൽ വെച്ചാൽ നമുക്കൊരു അടിപൊളി BMൻ്റെ S1000RR കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ബൈക്ക് ഇരിക്കുന്നത്. അപ്പം ഇനിയുള്ള ഒരു മാസം നമ്മുടെ വണ്ടി ഇരിക്കാൻ പോണ സ്ഥലം ഇതാണ്, കിസൈസിൽ. ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യും. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് കാണാം. ടാറ്റാ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയത് ശരിക്കും പറഞ്ഞാൽ 2-ാം തീയതി 10 മണി 11 മണി കഴിഞ്ഞ് എത്താൻ. കാരണം നമ്മൾ 5 മണിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ടാക്സി കാർ വരാൻ വേണ്ടിയിട്ട് കുറേ നേരം വൈകിട്ട് നമ്മൾ 4 മണിക്കൂറോളം അവിടെ ഇരുന്നു. ഒരു 9 മണി 5 മണിക്ക് ലാൻഡ് ചെയ്തിട്ട് നമ്മൾ 9 മണി 9:30 ആയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നേരം പോസ്റ്റ് അടിച്ചിട്ട് നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെയിറ്റ് ചെയ്തിരുന്നതിനൊക്കെ ശേഷമാണ് നമ്മൾ വീട്ടിലങ്ങനെ എത്തിയത്.
അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ റൈഡ് എന്തായാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മളെന്തായാലും ഈ ചൂട് കഴിഞ്ഞതിന് ശേഷം ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മാസം പകുതി ആകുമ്പോൾ നമ്മൾ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഇറാനിലെ വിസയും പിന്നെ തുർക്കിയിലെ വിസയും റഷ്യയിലെ വിസയും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ, അതായത് വിസ പിന്നെ കുറച്ച് ഫണ്ടിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ റൈഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് നാട്ടിൽ വന്നിട്ട് കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അതായത് നമുക്ക് കുറച്ച് വണ്ടി പിടിച്ചിട്ട് കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഇൻ്റർനാഷണൽ റൈഡ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ റൈഡ് ഫുള്ള് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.